എന്തൊരു ഉറക്കായി പിന്നെ. അന്നാമോ എനിക്ക് സമയം എത്രയെന്നറിയോ? ഒരു 5 മിനിറ്റ് കൂടെ. എന്നാ നീ ഇവിടെ കിടക്ക്, ഞാൻ ഒറ്റ കോളേജിൽ പോയിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ വരുന്നു. ഒരു 15 മിനിറ്റ്, നീ ഇപ്പൊ റെഡിയാവാം. ഇതെന്താ ഈ വാരി പൊത്തുന്നേ? നിനക്ക് കുളിയും നനയൊന്നുമില്ലേ? കുളിയും നനയൊക്കെ എപ്പോ വേണോ ചെയ്യാം, പക്ഷെ സൺടാൻ അടിച്ച അത് ഒരുപാട് നാളെടുക്കും. ശരി ശരി, ഞാൻ ഇറങ്ങുവാ, നീ പെട്ടെന്ന് വാ. എന്നാലും ബുക്ക് ചെയ്ത് അവിടെ പോയി. ഇന്നലെ ഇവിടെ ഇരിക്കുന്നില്ല കണ്ടേ? ഇതാണോ? ഇതും അല്ല, ചിലപ്പോ മുകളിലത്തെ ഷെൽഫില് കാണും. അതെ, എന്താ ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞാൻ ബുക്ക് എടുക്കാൻ വന്നതല്ലേ. ഇങ്ങനെയാണോ നീ ബുക്ക് എടുക്കുന്നത്? മര്യാദയ്ക്ക് മാറി നിൽക്ക്. ഞാൻ ആദ്യം എന്റെ ബുക്കൊന്നും എടുത്തോട്ടെ, എന്നിട്ട് മാറാം. ശരി, നീ നിന്റെ ബുക്ക് എടുക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. മാറി നിൽക്ക്, ഞാൻ പോവാം. അങ്ങനെ പോവല്ലേ? കൈന്ന് വിട്. വിട്ടില്ലെങ്കിൽ തനിക്ക് എന്താ വേണ്ടേ? തന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം നീയാ. ഞാൻ ഒരുപാട് ഗേൾസിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലൊരാളെ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് ഗേൾസ് ഈ കോളേജിലുണ്ട്, പക്ഷെ ഞാൻ അവരാരും മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ നീ, ഞാൻ എത്രത്തോളം നിന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നീ വഴുതിക്കളയും. യു ആർ ഡിഫറെന്റ്. പിന്നെ നീ നല്ല ബോൾഡാ. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ നീ എതിർത്ത് നിന്നില്ലേ? ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ പിറകെ നടക്കുന്നത്. നീ എത്രത്തോളം എന്നെ അവോയ്ഡ് ചെയ്താലും ഞാൻ വന്നോണ്ടേയിരിക്കും. കഷ്ടായല്ലോ. അതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നിനക്ക് ഫ്ലേർട്ട് ചെയ്ത് നടക്കാൻ വേറെ ഒരുപാട് ഗേൾസിനെ കിട്ടും. എന്നെ അതിൽ കൂട്ടരുത്. ഞാൻ അത്തരത്തിലൊരു പെണ്ണുമല്ല. അതെനിക്കറിയാം. നീ അത്തരത്തിലൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അപ്രോച്ച് ചെയ്യില്ലല്ലോ. നിന്നിൽ എന്താന്ന് എനിക്കറിയില്ല, എന്തോ എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലാണ് ഞാനിപ്പോ. ഓ ആയിക്കോട്ടെ, വലിയ കാര്യമായിപ്പോ. കണ്ടുപിടിച്ചവരെ എന്നെ കൂടെ അറിയിക്കണം കേട്ടോ. ഇപ്പൊ മാറിയേക്ക്, എനിക്ക് പോകണം. യു നോ വാട്ട്, ദേഷ്യം വരുമ്പോ നിന്നെ കാണാൻ ഒരുപാട് ഭംഗിയാ. എന്താ നോക്കി ദഹിപ്പിക്കുകയാണോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ? മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കണം, മനസ്സിലായോ? എന്റെ കൈ വിട്. ഞാനിപ്പോ പോവാ. ഇനി എന്റെ പിറകെ വരാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ കൈ ഞാൻ കുടിക്കും. പോയിക്കോ, നിന്നെ വീണ്ടും എന്റെ കയ്യിൽ കിട്ടും. എന്റെ പൊന്നാമി, നീ ലൈബ്രറിയിലെ ബുക്ക് എടുക്കാൻ പോയതോ അതോ ബുക്ക് ഉണ്ടാക്കാൻ പോയതോ? ഇത്ര നേരായി. എങ്ങനെ വരാനാ? ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം വാല് പോലെ ഒരാൾ പിറകെ കൂടിയിട്ടുണ്ടല്ലോ. വാലോ? ഓ, യു മീൻ ക്രിസ്റ്റി. അപ്പൊ അവൻ നിന്നെ കാണാൻ ലൈബ്രറിയിൽ വന്നോ? എന്നിട്ട് എന്ത് നടന്നേ? പറ. അത്രയ്ക്കൊക്കെ നടന്നു? എങ്കിലും എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. അവൻ അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് നിന്റെ അടുത്ത് വന്ന സമയത്തെ നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ലൈക്ക് ഈ ഗൂസ് ബംപ്സ്, ബട്ടർഫ്ലൈസ്, അഥവാ ഈ അടിവയറ്റിലെ മഞ്ഞ് വീഴുന്ന അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? തോന്നി. അവന്റെ കൈ പിടിച്ച് തിരിച്ചപ്പോഴേ എനിക്ക് സന്തോഷം കൊണ്ട് അടിവയറ്റിലെ മഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. ഒന്ന് പോയേ, അവളുടെ ഗൂസ് ബംപും ബട്ടർഫ്ലൈസും മഞ്ഞും ഒലക്ക. അപ്പൊ നിനക്കൊന്നും തോന്നിയില്ലല്ലേ? പിന്നെ എനിക്ക് മാത്രം എന്തോ? ഇനി എന്തെങ്കിലും പ്രശ്നം? പ്രശ്നം? എക്സ്ക്യൂസ് മീ, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ വല്ലതും പറയണം. അത് പിന്നെ നീ ലൈബ്രറിയിൽ പോയില്ലേ, അപ്പോ ആൽവിൻ ഇവിടെ വന്നിരുന്നു എന്നെ കാണാൻ. ഫ്ലാഷ് ബാക്ക്. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ ബാഗ് പിടിച്ച് വലിച്ചേ? വെറുതെ ഒരു രസം. ഞാൻ പോവാം. എവിടെ പോവല്ലേ? ഞാൻ തന്നെ കാണാൻ വേണ്ടി ഇവിടെ വരാന്നേ. ഒരു 5 മിനിറ്റ് പ്ലീസ്. എന്നെ കാണാൻ എന്തിനാ വന്നേ? ഇത്രയും നാളായിട്ടും ഞാൻ നിന്നോട് സംസാരിക്കാൻ വരുന്ന എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല? ഇല്ല. അന്ന, ഞാൻ ഈ കോളേജിലല്ല പഠിക്കുന്നത്. എന്നിട്ടും എന്റെ കോളേജിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ സമയം ഞാൻ ഈ കോളേജിലാണ് വരുന്നത്. അതും പോട്ടെ, എന്നും രാവിലെ നീ വരുമ്പോഴും എന്നും വൈകിട്ട് നീ പോകുമ്പോഴും ഈ കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ഞാൻ കാണും.
എന്നിട്ടും നിനക്കൊന്നും മനസ്സിലായില്ല? അല്ല പോട്ടെ, ഞാൻ ഇത്രയും ചെയ്തിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ പറയാം. നിന്നെ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഐ ജസ്റ്റ് ഫെൽ ഫോർ യു. ആ കണ്ട നിമിഷം തൊട്ട് ഞാൻ ഉറപ്പിച്ചത് യു ആർ മൈൻ. നീ എനിക്കുള്ളത് മാത്രം. സോ ഐ ലവ് യു. ഇവളെന്തോന്നും മിണ്ടാത്തെ? ബോധം പോയോ? അന്നമോളെ ഒരു മിനിറ്റ്, നീ എന്താ പറഞ്ഞേ? കേട്ടില്ലായിരുന്നു, ഒന്നിട്ട് പറയാം. ഐ ലവ് യു. അന്നമോളെ. ആരടാ നിന്റെ അന്നമോള്? നീ എന്താ പറഞ്ഞേ? ഐ ലവ് യു എന്നോ? എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്നോട് ഐ ലവ് യു പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, നീ എങ്ങാനും നീ ഇതും പറഞ്ഞോണ്ട് വന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും, മനസ്സിലായോടാ? അന്നമോൾ, ബിഹേവ് യുവർസെൽഫ്. ദിസ് ഈസ് കോളേജ്. സോ മെനി പീപ്പിൾ. ഓ, ബിഹേവ് ചെയ്യണം അല്ലേ? ബിഹേവ് ചെയ്യാം. നിന്നെ ഇനി അന്നമോ, ഞാൻ പോയിട്ട് നാളെ വരാം. നിക്കടാ അവിടെ. ഓഹോ, അപ്പൊ അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തല്ലേ? പ്രപ്പോസ് ചെയ്തു. നീ വിഷമിക്കണ്ട അന്നമ്മോ. അവൻ ഇനി നിന്നെ ശല്യപ്പെടുത്തിയ അവനുള്ള പണി അത് ഞാൻ കൊടുക്കും. ഓക്കെ? അല്ല, ഇതിനിടയിൽ നിനക്ക് എപ്പോഴാ അടിവയറ്റില് മഞ്ഞ വീഴുന്ന പോലെ ബട്ടർഫ്ലൈ വരുന്ന പോലെയൊക്കെ തോന്നിയേ? അത് അവൻ എന്നെ ഇങ്ങനെ തിരിച്ചു നിർത്തിയില്ലേ? അപ്പൊ എന്താന്നറിയില്ല, പെട്ടെന്ന് എന്റെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. പിന്നെ ബട്ടർഫ്ലൈ എന്നത് അവനെ പ്രപ്പോസ് ചെയ്തു. എന്റെ പൊന്നമ്മോ, നിനക്ക് അവനോട് ഇഷ്ടമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ മഞ്ഞ് വീഴുന്ന ഫീലിംഗ് എന്തുകൊണ്ടാ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ പേടിക്കണം, എനിക്കെന്തായാലും അവനോട് ലവ് ഒന്നുമില്ല. ദാറ്റ്സ് മൈ ഗേൾ. നാളെ എന്തായാലും സാറ്റർഡേ അല്ലേ? നമുക്ക് എന്തായാലും നാളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ നമുക്കൊരു മൂവി കാണാൻ പോയാലോ? ഒരുപാട് നാളായില്ലേ നമ്മൾ ഒരുമിച്ച് സിനിമ കാണാൻ പോയിട്ട്. ഓക്കെടാ, ഞാൻ റെഡി. ഓക്കെ, അപ്പൊ ഞാൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യട്ടെ. രണ്ടുപേരും നാളെ സിനിമ കാണാൻ പോകാനുള്ള പ്ലാനാണ്. അതെന്തായാലും നന്നായി. ഹലോ, എടാ നീ എവിടാ? ഞാനിവിടെ നിന്റെ വീട്ടിലുണ്ട്. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നീയും കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയതാണല്ലോ. പിന്നത്തെ നീ പോകാത്തെ? നീ പോയ ശേഷം ഞാനും പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു മാച്ച് ഉണ്ട്. മാച്ചോ? അതിന് നിനക്കെപ്പോഴാ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് വന്ന്? മിസ്റ്റർ സ്റ്റീവ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മൈ പവർ, ഓക്കെ? നീ ഇപ്പൊ ഫോൺ വെച്ചിട്ട് പോയേ, എനിക്ക് സമയമില്ല. പിള്ളേരൊക്കെ വെയിറ്റിംഗാ. ഈ മാച്ചിലെങ്ങനെ എനിക്ക് ജയിക്കണം. അല്ല, എന്ത് മാച്ചാ നീ കളിക്കുന്നേ? കള്ളനും പോലീസും? എന്തോന്ന്? ഷേ, ഇവനെ കൊണ്ട് വലിയ ശല്യായല്ലോ. കള്ളനും പോലീസും കേട്ടിട്ടില്ലേ? അത് മാത്രമല്ല, ഗോലി കളിയുണ്ട്, ഈർക്കിലി കളിയുണ്ട്, കുളം കളിയുണ്ട്. നിനക്കും കളിക്കണേ പെട്ടെന്നാ. ഇവരൊക്കെ ഇപ്പൊ പോവും. അപ്പൊ അപ്പുറം ഇപ്പുറമുള്ള കൊച്ചു പിള്ളേരായിട്ട് കളരും പോലീസ് കളിക്കുന്നതാണോ നിന്റെ മാച്ച്? ഇവനെ കൊണ്ട്. ദേ, ഞാനൊരു സീരിയസ് കാര്യം പറയാനാ നിന്നെ വിളിച്ച്. നാളെ നമ്മൾ രണ്ടുപേരും മൂവി കാണാൻ പോകുന്നു. നാളെയൊന്നും പറ്റില്ല, നാളെ ഇതിന്റെ ബാക്കി മാച്ച് ഉണ്ട്. നിനക്ക് നിന്റെ അന്യനെ കാണണമെങ്കിൽ മാത്രം വന്നാൽ മതി. അന്യെ കാണാനോ? എന്നാ ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും. അന്ന ഒന്ന് വേഗം വാ, മൂവി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കാണും. എടാ വേഗം വാ, ആദ്യം പോയി അവരെ കണ്ടുപിടിക്കണം. അവരിവിടെ തന്നെയാണ് വരുന്നതെന്ന് നിനക്ക് ഉറപ്പാണോ? അതൊക്കെ എനിക്ക് ഉറപ്പാ. അവരിന്നലെ സംസാരിച്ചപ്പോ ഞാൻ കേട്ടതാ ഇവിടെയാ വരുന്നതെന്ന്. എടാ ദേ നോക്ക്, അവരെവിടെ ഉണ്ട്. നല്ല മൂവിയായിരുന്നല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മൂവിയായിരുന്നു. ചിരിച്ച് ചിരിച്ച് എനിക്ക് വയറ് വേദന എടുക്കുന്നു. നിങ്ങളെന്താ ഇവിടെ? തിയേറ്ററിൽ സാധാരണ എല്ലാവരും എന്തിനാ വരുന്നേ? മൂവി കാണാൻ. സത്യം പറ, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്തു വന്നല്ലേ? അങ്ങനെ ചോദിച്ചാ വേണമെങ്കിൽ അങ്ങനെയും പറയാം. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്യുന്നേ? ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. നിന്നോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി എന്റെ പറയെ കണ്ടുപോലെന്ന്? നീ ചിരിയുള്ള പട്ടി. നീ ഒന്ന് ആദ്യം പ്രപ്പോസ് ചെയ്യും, അപ്പൊ നിനക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതിനെനിക്ക് നിന്നെ പോലെ റഷില്ല. ഞാൻ പതിയെ സാവധാനം പ്രപ്പോസ് ചെയ്തോളാം. അതെ, രണ്ടുപേരും പിറവിർത്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് മാറും, ഞങ്ങൾക്ക് പോണം. അങ്ങനെ പോവല്ലേ? എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് കണ്ടില്ലേ, അതുകൊണ്ട് നമുക്ക് 4 പേർക്കും കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്താലോ? ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറന്റ് ഉണ്ട്. നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം.
എടാ, നീ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ ഇവളെന്തിനാടാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? എനിക്കറിയില്ല, ഞാൻ റെസ്റ്റോറന്റ് എന്ന് തന്നെയാ പറഞ്ഞേ, വാക്കൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ല. ഈ നിൽക്കുന്ന എന്റെ ഫ്രണ്ടാ. എന്നിരുന്നാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയാം, ഇവൾക്കൊരു ചിട്ട സ്വഭാവമുണ്ട്. ദേഷ്യം വന്നാൽ ഇവൾ എന്ത് ചെയ്യുമെന്ന് ഇവൾക്ക് എന്നെ അറിയില്ല. അതുകൊണ്ട് പറയാം, എത്രയും പെട്ടെന്ന് ഇവിടെ നോക്കോ. അതെടാ, നീ അന്ന പറയുന്നത് കേൾക്കണം. എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊക്കോ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം. അന്നമ്മക്ക് ഈ പ്രശ്നമൊന്നും എന്തായാലും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ സേഫാ. പട്ടി നോ മെൻഷൻ. അപ്പോ അന്നമോളെ, ആമി, നമുക്ക് അങ്ങോട്ട് ചലിച്ചാലോ? ഇനി ഒരു നിമിഷം നിങ്ങൾ രണ്ടുപേരും ഇവിടെ കണ്ട തനി സ്വഭാവം നിങ്ങൾ അറിയും. എടാ സ്റ്റീവേ, ഡാ, നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ വക്കീലായിട്ട് വരാം. എടാ, എന്നെ ഈ കടുവയ്ക്ക് പിന്നായിട്ട് കൊടുത്തിട്ട് പോവല്ലേ. ഛേ, അവളുടെ വീട്ടുകാരുടെ പേരിലുള്ള തിയേറ്റർ പോലെയല്ലേ അവൾ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചേ. ഇത്ര ധൈര്യം ഉണ്ടായിട്ടാ. നാണക്കിടായിപ്പോയി. ശരിയാ, പോയി മൂടുപോയി. നീ നോക്കിക്കോ, ഇന്ന് അവൾ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചു. അതേ അവളെ കൊണ്ട് തന്നെ എന്നോട് ഇഷ്ടാന്ന് ഞാൻ പറയിപ്പിക്കും. നിന്റെ ആമിയോട് എന്റെ അന്നമോളെ കണ്ടുപിടിക്കാൻ പറയണം. എന്ന് കാമൻ കൊയറ്റാ. പാവം. ഓഹോ, എന്തായാലും നീ പ്രൊപ്പോസ് ചെയ്യാൻ ചെന്നപ്പോ അന്ന നിന്നെ ആട്ടി വിട്ടതുപോലെ ആമി ചെയ്തില്ലല്ലോ. ഇറ്റ്സ് ജസ്റ്റ് എ ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെറ്റ് ഔട്ട്. നീ ഇനി അഥവാ അവളെ പ്രൊപ്പോസ് ചെയ്താലും ഇതേ ഗെറ്റ് ഔട്ട് തന്നെയാ അന്നും പറയാൻ പോകുന്നത്. ഇതിപ്പോ വലിയ ശല്യായാലോ. നമ്മൾ എവിടെ പോയാലും പിന്നാലെ അവരും കാണും. അന്ന് നീ തിയേറ്ററിൽ വെച്ച് അവരോട് ചൂടായപ്പോ ഞാൻ കരുതി ഇനി അവരുടെ ശല്യം കാണില്ല. പക്ഷേ നമുക്ക് തെറ്റി. എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവര് നമ്മുടെ പറയുന്നത് മാറുന്നു. സോ നമ്മൾ ആലോചിച്ച് കണ്ടു എന്തെങ്കിലും ചെയ്യണം. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വീട്ടിൽ കയറി വരുന്ന കസിൻസിനോട് ഇങ്ങനെയാണോ പെരുമാറുന്ന ഹോബി? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ പൊന്നു ഹോബി, ഞങ്ങൾ ഒരു പണിയും കൊണ്ടല്ലാന്നേ. പക്ഷേ ഞങ്ങൾ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഞങ്ങൾ ഹോബിയുടെ അടുത്തല്ലാതെ ആരുടെ അടുത്താ വരാ? അല്ല, എന്താണാവോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പുറകെ നടക്കാനും പയ്യന്മാരോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഹോബി പിന്നല്ലാണ്ട്, ഒന്നുകിൽ അവർക്ക് നിങ്ങളെ നല്ലപോലെ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആർക്കും എല്ലാം അബദ്ധവും പറ്റിയതായിരിക്കും. ഓഹോ, അതിന് മാത്രം എന്താ ഞങ്ങൾക്ക് ഇത്ര കുറവ്? കുറവല്ലേ ഉള്ളൂ. ദേ ഹോബി, ചുമ്മാ കളിക്കാൻ നിൽക്കാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ. എന്തായാലും എന്റെ പുന്നാര കസിൻസ് രണ്ടുപേരും ഇവിടെ വരെ വന്നല്ലേ ഒരു ഹെൽപ്പ് ഒക്കെ ചോദിച്ച്. സോ ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഞാൻ നാളെ നിങ്ങളുടെ കോളേജിൽ വരുന്നുണ്ട്, എന്നിട്ട് ആലോചിക്കാം ബാക്കി കാര്യം. ക്രിസ്റ്റി, ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ക്രിസ്റ്റി, നിന്നെ ഇപ്പൊ കാണാനില്ലല്ലോ. പക്ഷെ നീ ഇന്ന് കോളേജിൽ വരാറുണ്ട്, പിന്നെന്താ ഞങ്ങളുടെ അടുത്തൊക്കെ വരാത്തെ? അത് പേഴ്സണലാ. അല്ല, ഇന്നെന്താ എല്ലാരും കൂടെ എന്നെ കാണാൻ വന്നേ? ക്രിസ്റ്റി, നിനക്കറിയാലോ, നീ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് കംപ്ലീറ്റ് ആവും. പക്ഷെ നീ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് പോലും ചെയ്യാറില്ല. നിനക്കറിയോ, ഇപ്പൊ നീ ഇല്ലാത്തോണ്ട് ഈ കോളേജിലെ പല സ്റ്റുഡൻസിനും നമ്മളെ പേടിയില്ല. പക്ഷെ നീ കൂടെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ആ പേടി തിരിച്ചു വരും. എന്തിന്? അതിന്റെ ആവശ്യം എന്താ? നോക്കൂ റോസ്, നമ്മളെ പോലെ തന്നെ ഈ കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ പഠിക്കാനുള്ള യോഗ്യതയുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. എന്റെ പപ്പ ഈ കോളേജിന്റെ പ്രിൻസിപ്പൾ ആണെന്ന് കരുതിയോ, നിങ്ങളുടെ പാരന്റ്സ് ഈ കോളേജിന് വലിയ വലിയ ഡൊണേഷൻസ് കൊടുക്കുന്നുണ്ടെന്ന് കരുതിയോ, നമുക്കൊന്നും ഒരു പ്രിവിലേജും ഇല്ല. നമ്മളും അവരൊക്കെ ഒരു കോമൺ സ്റ്റുഡൻസാ. മനസ്സിലായോ? ക്രിസ്റ്റി, നീ ഒരുപാട് മാറിപ്പോയി. പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ശരിയാ, അഹങ്കാരം തലയ്ക്ക് പിടിച്ച സമയത്ത് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും ഈ പാവപ്പെട്ട സ്റ്റുഡൻസിനെയൊക്കെ ബുള്ളി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാടാ? മാത്രമല്ല, മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുവാണെങ്കിൽ അതിനർത്ഥം നമ്മൾ സാഡിസ്റ്റ് ആണെന്നല്ലേ? എനിക്ക് അങ്ങനെ ഒരു സാഡിസ്റ്റ് ആകാൻ താല്പര്യമില്ല. അതിന് നമ്മളാരെയും ബുള്ളി ചെയ്യുന്നില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനിപ്പോ നിങ്ങളുടെ കൂടെ നടക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഞാൻ ഇല്ലാത്ത സമയം നിങ്ങൾ എത്ര സ്റ്റുഡൻസിനെ ബുള്ളി ചെയ്തെന്നും എന്തെല്ലാം പണികൾ ഒപ്പിച്ചെന്നും എല്ലാം എനിക്കറിയാം. അത് ക്രിസ്റ്റി, നീ അറിഞ്ഞതൊന്നും സത്യമായിരിക്കില്ല.
ആരെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞതാവും. അതെ സ്റ്റീവ്, നിന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞതാവല്ലോ. എല്ലാ തെളിവും ഞാൻ കണ്ടിട്ടാണ് വിശ്വസിച്ചതെങ്കിലോ. ഹം, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഒരുപാട് നാൾ മുന്നേ നിങ്ങളോട് ഞാൻ വാൺ ചെയ്തത് പഴയ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാൻ. എന്നിട്ടും നിങ്ങളത് കേട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങ. ഇനി നിങ്ങൾ കാരണം ഈ കോളേജിൽ ഒരു സ്റ്റുഡന്റ് പോലും ബുള്ളിങ് ഫേസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം മറിച്ച് നിങ്ങളിത് വീണ്ടും ആവർത്തിക്കാനാണ് പ്ലാനിങ്. പപ്പയോട് പറഞ്ഞ് നിങ്ങളെ 3 പേരെ ഈ കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ചെയ്യും. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ പഴയ ക്രിസ്റ്റീനെ നമുക്ക് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഇവൻ ഇങ്ങനെ മാറിയതിൽ എന്തോ കാരണമുണ്ട്. വേറെന്ത് കാരണം? ആ ആൽബിൻ തന്നെയാ ഇതിന്റെ പിന്നിൽ. ആൽബിന് ഒരു കാരണമാണ്, പക്ഷേ അതല്ലാതെ മറ്റെന്തോ ഒരു കാരണം കൂടിയുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം. ഹോബി നന്നായിട്ട് അഭിനയിച്ചോ. ഇന്നത്തോടുകൂടി അവന്മാരുടെ ശല്യം ഒഴിവായി കിട്ടണം. ഡോണ്ട് വറി, അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നിങ്ങൾ അവരാരാണെന്നൊന്ന് കാണിച്ചതാ. അത് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനൊന്നുമില്ല. നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കോലം വെച്ചതുപോലെ 2 കോലങ്ങൾ അവിടെ കാണും. അത് കാണുമ്പോഴേ ഉറപ്പിച്ചോ അതവരാണ്. അവരൊന്നും വരില്ലേ? കുറെ നേരം ആയല്ലോ നമ്മളിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നിനക്ക് നിന്റെ കോളേജിലൊന്നും പോണ്ടേ? നീ ഏത് നേരം നോക്കിയാലും ഈ കോളേജിലാണല്ലോ. ആഹാ, നിനക്കത് പറയാം. ഞാൻ എന്റെ കോളേജിൽ പോയാ എന്റെ അന്നമോളെ ഞാൻ എങ്ങനെ കാണും? ഓ, പറയുന്നതായിട്ടതൊന്ന് 2 പേരും സെറ്റായിട്ട് 2 വർഷം എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് അവള് നിന്റെ മുഖത്തെങ്കിലും നോക്കുന്നുണ്ടോ? ആരാ ഈ പറയുന്നേ? അറ്റ്ലീസ്റ്റ് ഞാൻ ഷൂഷൂന്നാക്കുമ്പോഴെങ്കിലും എന്റെ അന്നമ്മ തിരികെ നോക്കുന്നുണ്ട്. അതിനുള്ള ഭാഗ്യം പോലും നിനക്കില്ലാതായി പോയല്ലോടാ. അങ്ങനെ ഇപ്പൊ എന്റെ ആമി ഷൂഷു അടിക്കുമ്പോ തിരികെ നോക്കണ്ട. എനിക്കത് ഇഷ്ടല്ല. അല്ലാതെ നോക്കാത്തണ്ടല്ല. If you don't shut up now, I will cut out your tongue and feed it to the dog. You know, you are an asshole, idiot. ഓഹോ, ഇംഗ്ലീഷ് ചീത്ത വിളിച്ച പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാം. മനസ്സിലായോടാ? കോംപ്രമൈസ്, ഓക്കെ? ഓക്കെ. അവര് വന്നു. ഇതാരാടാ? പൂമുഖത്ത് ഒരു പുതിയ മുഖം. ഇവൻ നമുക്ക് പണിയാവും. കണ്ടിട്ട് പണിയാവാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. എന്തായാലും ഇപ്പൊ ഒന്നും ചെയ്യണ്ട. നമുക്ക് അവനെ ഒറ്റയ്ക്ക് കിട്ടും. അപ്പൊ പൊക്കാം. വാ. ദേവര് വരുന്നുണ്ട്. തുടങ്ങിക്കോ. ഓക്കെ ഓക്കെ. ഈ ഹോബിയുടെ ഒരു തമാശ ചിരിച്ച് എനിക്ക് വയ്യ. ഈ ഇടയ്ക്കൊന്നും എന്നെ ആരും ഇത്ര ചിരിപ്പിച്ചിട്ടില്ല. അത് മാത്രല്ല, എന്നെ കെയറിങ് ഈ ഹോബി പോലെ കെയർ ചെയ്യുന്ന ഒരു പയ്യനെ ഞാനിവിടെ ഒന്നും കണ്ടിട്ടില്ല. അവളുടെ ഒരു കെയറിങ് ഏട്ടായി. അത് മാത്രവും ആ മുഖത്തോട്ടം നോക്കിയേ, എന്നാ തേജസ. സൂര്യൻ വന്ന് ഉദിച്ചു നിൽക്കുന്ന പോലെ ഇല്ലേ ആമി? സൂര്യനല്ല, പടവലങ്ങ പോലെ ഉണ്ട്. എന്റെ മുഖത്ത് പിന്നെ പിന്നാക്കാണല്ലോ ഉദിച്ചു നിൽക്കുന്നേ. സ്റ്റീവ്, നീ നോക്കിക്കേ, എന്റെ ഫേസ് കണ്ട സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെയല്ലേ? അവളെ കുറ്റം പറയാനും പറ്റില്ല. എന്താന്ന് വല്ലതും പറയാണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം, മനസ്സിലായോ? അന്ന, നമ്മൾ പറയുന്നൊക്കെ അവര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോന്നൊക്കെയാണ് നീ കൈ കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് ഓവറാ തിരിയില്ല? കുറച്ച് ഓവറായാലല്ലേ എല്ലാരും ശ്രദ്ധിക്കും. ഇന്നത്തോടെ നിങ്ങളെ സഹായിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. എന്റെ പൊന്നു, എത്രയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അഭിനയിക്കുന്നേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഭിനയിക്കുന്നു വെച്ചാൽ അതെങ്ങനെയാ? വാലിന് തീ പിടിച്ചാണ് കൗമാരി ഇങ്ങനെ പിറകെ നടക്കുകയല്ലേ? നിങ്ങൾ അവരുടെ നോട്ടം കണ്ടോ? അവരുടെ നോട്ടം കണ്ടാ തോന്നും എന്നെ ഇപ്പൊ അങ്ങ് ദഹിപ്പിച്ചു കളയുന്നു. അങ്ങനെ പറയില്ലേ ഹോബി. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചോദിച്ചു തരാൻ ഹോബി മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, സാധാരണ ഇവരിങ്ങനെ ഫുൾ ടൈം നമ്മുടെ പിറകെ നടക്കാറില്ല. പക്ഷെ ഇന്ന് ഫുൾ ടൈം ഞങ്ങളുടെ പിറകെ നടന്നു. അതിനർത്ഥം നമ്മുടെ പ്ലാൻ ഏറ്റെന്നല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
നിങ്ങൾക്ക് ഇവരെ അങ്ങ് പ്രേമിച്ചൂടെ? അവർക്ക് എന്തോ ഒരു കുഴപ്പം. കാണാനാണെങ്കിൽ രണ്ട് ചുള്ള ചെക്കന്മാര്. നിങ്ങളെ പോലെ രണ്ടെണ്ണത്തിന് ഇവരെ പോലെ നല്ല ഗ്ലാമറുള്ള രണ്ടുപേരെ കിട്ടാന്ന് വെച്ചാൽ അത് വളരെ വലിയ അത്ഭുതമാണ്. ഹോബി മിണ്ടാണ്ടിരുന്നില്ലേ കസിൻ ആണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം അറിയാലോ. ഉണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇനി ഇതുപോലുള്ള സഹായത്തിന് വേണ്ടി എന്നെ വിളിക്കരുത്. എനിക്കിങ്ങനെ അഭിനയിക്കാനൊന്നും വയ്യ. ഈ അവരുടെ ആ സമയത്തുള്ള എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് ഇനി ഹോബിയുടെ സഹായം വേണ്ടി വരുമെന്ന് തോന്നില്ല. ഇങ്ങനെ രണ്ട് പൊട്ടികളും ഇവരോട് ആരാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാൽ പോലും അവരിവരുടെ പിറകിൽ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, എന്നാലേ ഇപ്പൊ എന്റെ രണ്ട് പെങ്ങളുമാര് ക്ലാസ്സിലേക്ക് പോക്കോ. ഞാൻ പോവാ. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ക്ലാസ് നിങ്ങൾ കട്ട് ചെയ്തു. ശരി ഹോബി, ബൈ. ആഹാ, ആത്മാക്കള് രണ്ടും ഉണ്ടല്ലോ. മൈൻഡ് ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. അതെ, വഴിന്നൊന്ന് മാറും. പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അങ്ങനെ പോകാൻ വരട്ടെ. നിനക്ക് ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് വല്ല ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നിങ്ങളെയൊക്കെ അറിയാൻ? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആരാ? കിട്ടി ബോധിച്ചപ്പോ സമാധാനമായല്ലോ. എടാ, അവൻ എങ്ങനെ നമ്മൾ അറിയാനാ പൊട്ട? ഓ ശരിയല്ലേ. യു ജസ്റ്റ് ക്യാരി ഓൺ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കാം. അതെ, നീ നേരത്തെ രണ്ട് പെൺകുട്ടികളോട് സംസാരിച്ചില്ലേ? അവരെ നിനക്കെങ്ങനെ അറിയാം? അവരുമായിട്ട് നിനക്കെന്താ ബന്ധം? ഞാനങ്ങനെ പല ഗേൾസിനോട് സംസാരിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടികളാ. നിങ്ങളല്ലേ അവരെ സ്നേഹിക്കുന്നുള്ളൂ. അവര് നിങ്ങളെ സ്നേഹിക്കുന്നില്ലല്ലോ. അപ്പോ ഈ പറഞ്ഞതിൽ പോയിന്നില്ല. എടാ, ഇതിന് മറുപടി നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുക്കണോ? നീ പറഞ്ഞു. നീ തന്നെ പറഞ്ഞു. അപ്പടി ചൊല്ലക്കൂടാതെ. എന്റെ സ്റ്റോക്കില്ല. നീ തന്നെ പറഞ്ഞു. മതി. ഇനി രണ്ടുപേരും നിന്ന് മുഷിയണ്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് അവരെ ഇഷ്ടമാണെങ്കിൽ അവരെ കൊണ്ട് എസ് പറയിപ്പിക്ക്. എന്നിട്ട് മതി ഞാൻ അവരുടെ കൂടെ നടക്കണോ മിണ്ടണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാം. ഇങ്ങനെ ഇവിടെ നിന്നാലേ നിങ്ങൾ രണ്ടും വെയിലുകൊണ്ട് കരിഞ്ഞു. അകത്ത് പൊക്കോ. ഒന്നില്ലെങ്കിലും ഗേൾ ഫ്രണ്ട്സിനെ ഇംപ്രസ് ചെയ്യാനുള്ളല്ലേ. പൊക്കോ പൊക്കോ. അപ്പൊ ശരി, ചേട്ടാ പോട്ടെ. ബൈ. കിട്ടാനുള്ള എല്ലാം കിട്ടിയില്ലേ? നല്ലതുപോലെ കിട്ടി. എന്നാ പിന്നെ പോയിക്കൂടെ? എങ്ങോട്ട്? എങ്ങോട്ടേലും. റോസ്, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമേ ഉള്ളൂ. ആ ക്രിസ്റ്റി അവനാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഒന്ന് മൈൻഡ് പോലും ചെയ്യാറില്ല. ഇപ്പൊ ഏത് നേരം ആമിയുടെ പിറകെ. അവൻ എന്തിനാ അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് എല്ലാം കൂടെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ശരിയാ, അവനിപ്പോ ഏത് നേരം ആമിയുടെ പിറകെ. അവൻ മാത്രമല്ല, ആൽവിനും ഉണ്ട്. അവൻ വേറെ ഏതോ പെണ്ണിന്റെ പിറകെ നടക്കുന്നത്. അവളെ കൊണ്ട് ഇത് എന്ത് ശല്യ. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ക്രിസ്റ്റിയെ തട്ടിയെടുക്കാൻ നോക്കുന്നേ. അവളിനി എത്രയൊക്കെ ശ്രമിച്ചാലും എന്റെ ക്രിസ്റ്റിയെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതിന് എന്ത് ചെയ്തിട്ടായാലും. അപ്പൊ ആമിയാണ് പ്രശ്നം. ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവൾക്ക് എന്താണോ കൊടുക്കാനുള്ളത് അതും കൊടുത്ത പണി തീരുമല്ലോ. വേണ്ടടാ, ഇപ്പൊ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് തന്നെ പ്രശ്നമാവും. കാരണം നിനക്കറിയാലോ, ഏത് നേരം ക്രിസ്റ്റി അവളുടെ പിറകെ. നമ്മളിപ്പോ എന്ത് ചെയ്താലും അത് അവനറിയും. പിന്നെ അതൊരു കാരണമാക്കി അവൻ നമ്മളെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അത് നമ്മളിപ്പോ അവളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് വാൺ ചെയ്ത് വിട്ടാൽ മതി. ശരി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ അവളെ വാൺ ചെയ്ത് വിടാം. പക്ഷെ എപ്പോഴും അവളുടെ പിറകെ ക്രിസ്റ്റി കാണില്ലല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും അവളെ ഒറ്റയ്ക്ക് കിട്ടും. അന്ന് അവൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മൾ ആരാന്ന്. അന്ന ഒരു മിനിറ്റേ, ഞാൻ ടോയ്ലറ്റ് വരെ പോയിട്ട് വരാം. ഓക്കെ. എന്താ? കായ് റോസ്, ഇതാരായി നിക്കുന്നേ നോക്കിയേ. എന്തു പറ്റി? കൂടെയുള്ള വാലൊന്നില്ലേ? ഇല്ല, മുറിച്ചു മാറ്റി വെച്ചേക്കോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്കിപ്പോ നിന്റെ കയ്യിൽ നിന്നൊന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് അഥവാ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് എടുത്തോളാം. എന്തായാലും നമ്മൾ ഇപ്പൊ വന്നത് നിന്നെ ഒന്ന് വാൺ ചെയ്യാൻ. നീയും ക്രിസ്റ്റിയായിട്ട് എന്താ ബന്ധമെന്ന് എനിക്കറിയില്ല. അതിന് എന്താണെങ്കിലും എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി ഒരിക്കലും നിന്നെ അവന്റെ കൂടെ ഞാൻ കാണരുത്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെല്ലാം ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ഇവളെ ഞാൻ. റോസ് വേണ്ട. ഇതേ നോക്ക്, ഇന്ന് മുതൽ നീ ക്രിസ്റ്റിയുടെ അടുത്ത് പോകാനോ അവളോട് മിണ്ടാനോ പാടില്ല. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ എന്താ വട്ടായോ? ഞാൻ ക്രിസ്റ്റിയായിട്ട് അവന്റെ പേര് പോലും നിന്റെ വായിൽ നിന്ന് വീഴരുത്. ക്രിസ്റ്റി എനിക്കുള്ളതാ. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അവനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. ഇനി അവനെ സ്വന്തമാക്കാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ
നിന്നെ എന്ത് ചെയ്തിട്ടായാലും അവനെ ഞാൻ സ്വന്തമാക്കും. ഭീഷണിയാണോ? എന്റെ പൊന്നു മോളെ, നിന്റെ ഭീഷണി അതിങ്ങോട്ട് വേണ്ട. പിന്നെ നീ ഈ പറഞ്ഞ ക്രിസ്റ്റി, അവന്റെ പിറകെ ഞാനല്ല നടക്കുന്നത്, അവൻ എന്റെ പിറകെയാ നടക്കുന്നത്. ഇത്രയും നാള് അതെങ്ങനെ അവോയ്ഡ് ചെയ്യണം പറഞ്ഞാൽ ഞാൻ നടന്നേ. പക്ഷെ ഇപ്പോ നിന്റെ ഈ ഭീഷണി കേട്ടപ്പോ ആ ഒരു ചിന്തയെ ഞാൻ മാറ്റി. ഇനി ചിലപ്പോ ഞാൻ അവനെ വളച്ചെന്നും വരും, വളച്ചൊടിച്ചെന്നും വരും. അതിൽ നീ ഇടപെടാൻ വരണ്ട. ഡീ, ഒന്ന് പോടി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? വരുൺ, അവളിപ്പോ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഐ കാൺ ടേക്ക് ദിസ് എനിമോ. അവളിപ്പോ ഈ കാണിച്ച അഹങ്കാരത്തിന് മറുപടി കൊടുത്തേ പറ്റൂ. നിങ്ങൾ സമാധാനിക്ക്. ഇവളെവിടം വരെ പോവാനാ? നമുക്ക് മറുപടി കൊടുക്കാൻ ഒരവസരം വരും. അന്ന് ഇവളുടെ ഈ ധൈര്യം അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ, താനേ പോയിക്കോളും.